ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരിടത്ത് വളരെ സമർത്ഥനായ അധ്വാനശീലനായിരുന്ന ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. 3 മക്കള് മടിയന്മാരായിരുന്നു. അവർ പിതാവിനെ യാതൊരുവിധ കാര്യത്തിലും സഹായിച്ചിരുന്നില്ല. അങ്ങനെ ഈ പിതാവ് വാർദ്ധക്യാവസ്ഥയിലായി, അദ്ദേഹം കിടപ്പിലായി. ഈ 3 മക്കളെയും വിളിച്ച് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പറമ്പിൽ വളരെ വിശേഷവിധിയായിട്ടുള്ള കുറെ അമൂല്യ രത്നങ്ങളുണ്ട്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് പറമ്പ് കിളച്ച് അതിൽ നിന്ന് ആ നിധി എടുക്കണം. ഇത് കേട്ട പാതി മക്കളെല്ലാം ഓടിപ്പോയി പറമ്പ് മുഴുവൻ കിളച്ചു. അതിനുശേഷം പിതാവിനോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ നിധി കണ്ടില്ല. അപ്പൊ പിതാവ് പറഞ്ഞു, നിങ്ങൾ പോയി അവിടെ വിത്തുകൾ വിതയ്ക്കണം. മക്കള് പോയി വിത്തുകൾ വിതച്ചു. അതിനുശേഷം പിതാവ് മരിച്ചു. കുറെ നാളുകൾക്ക് ശേഷം മക്കള് നോക്കുമ്പോൾ കാണുന്നത് അവരുടെ പറമ്പ് നിറയെ ധാന്യങ്ങളാണ്, അവിടെ മുഴുവൻ വിളവുകളാണ്. അപ്പോൾ മക്കൾക്ക് മനസ്സിലായി, നന്നായി അധ്വാനിക്കുമ്പോഴാണ് നിധികൾ ലഭിക്കുക. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മള് ഈ മക്കളെ പോലെ അലസന്മാരാണ്. അലസത ഒരു മൂലഭാവമാണ്. നമ്മൾ ഏത് ജീവിതാവസ്ഥയിലുള്ളവരാണെങ്കിലും നമ്മൾ ഉത്സാഹത്തോടു കൂടി ജീവിക്കണം. അധ്വാനിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അസാധ്യതകളിലേക്ക് നോക്കി നമ്മൾ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകരുത്. മറിച്ച് ദൈവത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സംരക്ഷണയാൽ എല്ലാ അസാധ്യതകളെയും നമുക്ക് സാധ്യതകളാക്കി മാറ്റാം. കാരണം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം മുഴുവൻ എല്ലാ കാര്യങ്ങളിലും സജീവനായിരുന്നു. അവൻ ഉത്സാഹിയായിരുന്നു. തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുവാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ഉത്സാഹഭരിതരായി ജീവിക്കാം. ജീവിക്കുന്ന ജീവിതാവസ്ഥകളിൽ നമുക്ക് അധ്വാനിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.